മാജിക് അവനിലേക്ക് സ്വാഗതം. മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങളാണ്. ആണെങ്കിൽ എന്ത് തരം ഭക്ഷണം നമ്മൾ കഴിച്ചാലും, ഏതെല്ലാം വിദേശിയായിട്ടുള്ളതും സ്വദേശിയായിട്ടുള്ളതും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കഴിച്ചാലും നമ്മുടെ നാടൻ, നമ്മുടെ മലയാളിത്തമുള്ള ഭക്ഷണത്തോടൊരു പ്രത്യേക സ്നേഹമാണ്. പിന്നെ മത്സ്യത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതിനോടുള്ള ഇഷ്ടം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും മത്സ്യം തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മത്സ്യം എന്ന് പറഞ്ഞാൽ പല വിലയ്ക്കുള്ള മത്സ്യം കിട്ടും. ഇപ്പോൾ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ മട്ടണോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. അതിനൊരു കിലോയ്ക്ക് ഇത്ര വില എന്നുള്ള മാർക്കറ്റ് റേറ്റ് ഉണ്ട്. മത്സ്യമാകുമ്പോൾ പലതരം മീനുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള മത്സ്യം ധാരാളമായിട്ട് കിട്ടും. പണ്ടൊക്കെ നമുക്ക് 20 രൂപയ്ക്ക് 25 രൂപയ്ക്ക് മീൻ കിട്ടും. പക്ഷേ ഇപ്പോൾ ആ ഒരു റേഞ്ച് മാറിയിട്ടുണ്ട്. മിനിമം ഒരു 50 രൂപയെങ്കിലും മുടക്കണം. എങ്കിലും കൊഴുവ പോലെയുള്ള മീൻ അല്ലെങ്കിൽ മത്തി പോലെയുള്ള കാര്യം, ഇതൊക്കെ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ എങ്ങനെയാണ്, നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ മിക്കവാറും എല്ലാ ദിവസവും മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെപ്പോഴും വലിയ കൂടിയ മത്സ്യമൊന്നും അല്ലല്ലോ വാങ്ങുന്നത്. അപ്പോൾ സാധാരണ മത്സ്യം വാങ്ങാറുണ്ട്. അപ്പോൾ അത്തരം മത്സ്യത്തിൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് മത്തി. പ്രത്യേകിച്ച് പറഞ്ഞാൽ നെയ്മത്തിയൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ, കുറേ ആമുഖമായില്ലേ. ഇത് മത്സ്യം കൊണ്ടുള്ളൊരു വിഭവമാണ്. അത് മത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നെയ്മത്തി കൊണ്ടാകാം, അതല്ല എന്നുണ്ടെങ്കിൽ നാടൻ ചാള എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള മീൻ കൊണ്ടും തയ്യാറാക്കാം. എന്തായാലും മത്തി കൊണ്ടുള്ള ഒരു നാടൻ കറി, ഇതിൻ്റെ പേര് തന്നെ വളരെ രസകരമാണ്. മത്തി പുളിഞ്ചിക്കുത്തി എന്നാണ്. അപ്പോൾ പുളിഞ്ചിക്കുത്തി എന്ന് പറഞ്ഞാൽ എന്താ? പുളിഞ്ചിക്ക എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ വീട്ടുമുറ്റത്തുള്ളൊരു കാര്യമാണ്. നമ്മളുടെ വീടുകളിലൊക്കെ മിക്കവാറും ചില വീടുകളിലൊക്കെ ഉണ്ടാവും. ഐദർ വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കും അല്ലെങ്കിൽ ബാക്കിലായിരിക്കും. പുളിഞ്ചിക്ക പിന്നെ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പുളിഞ്ചിക്ക കൊണ്ട് നമ്മളൊരു മത്തിക്കറി തയ്യാറാക്കാൻ പോവാണ്. വളരെ സ്വാദാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി 12 എണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തത്, സവാള ഒരു വലുതിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 5 എണ്ണം വലുത്, ചെറിയ ഉള്ളി 8 മുതൽ 10 എണ്ണം വരെ, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ, പുളിഞ്ചിക്ക 10-15 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 2.5 കപ്പ്. അപ്പോൾ നമ്മളുടെ മത്തി പുളിഞ്ചിക്കുത്ത് തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുളിഞ്ചിക്ക എന്താണെന്ന് ഏകദേശം മനസ്സിലാക്കാണ്ട്, ഇതാണ് നമ്മളുടെ പുളിഞ്ചിക്ക. വീട്ടുമുറ്റത്തുള്ള കാര്യമാണ്. ഇത് പല സൈസിൽ കിട്ടും. ഇച്ചിരി ചെറുത് കിട്ടും, വലുത് കിട്ടും. അപ്പോൾ ഞാനൊരു അളവ് പറയുന്നത്, ഒരുവിധം വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കാം. ഒരു 6 എണ്ണം നമ്മൾക്ക് ചതയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 4 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചും ഉപയോഗിക്കാം. അപ്പോൾ 2 ആയിട്ട് എടുക്കുക. 10 പുളിഞ്ചിക്കയാണെങ്കിൽ അതിലൊരു 6 എണ്ണം ചതയ്ക്കാനും ഒരു 4 എണ്ണം നീളത്തിലുള്ള കഷ്ണമായിട്ട് മുറിക്കാനും. സൈസ് ചെറുതാണെങ്കിൽ എണ്ണത്തിൻ്റെ അളവ് കൂട്ടുക. 10 എന്നുള്ളത് 15 വരെ ആകാം. അപ്പോൾ അത് നോക്കിയിട്ട് പുളിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ. പുളിഞ്ചിക്ക അരിഞ്ഞത് മാറ്റി വയ്ക്കാം. ചതയ്ക്കാനുള്ള പുളിഞ്ചിക്കയും അതിനോടൊപ്പം ഒരു 5 വലിയ പച്ചമുളക്, അപ്പോൾ നല്ല എരിവുള്ള 5 പച്ചമുളക്, പിന്നെന്താ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇതിപ്പോൾ ഞാൻ ചെറിയ പീസസ് ആക്കി മുറിച്ചു എന്നേ ഉള്ളൂ. ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 7, 8, 10 ചെറിയ ഉള്ളി. അത് ആവശ്യാനുസരണം. നല്ലൊരു 8 മതിയാകും. വലുതാണെങ്കിൽ 8 മതി, ചെറുതാണെങ്കിൽ കൂടുതൽ. ഒരു 8 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ ആദ്യം. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ നാടൻ ചാളയാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കറിയുടെ ഒരു പ്രധാന കാര്യം. അപ്പോൾ ഒരു 10, 12, 15 ആയാലും കുഴപ്പമില്ല. സൈസ് അനുസരിച്ച് ഇത് ചെറുതാണ്, അതുകൊണ്ട് കുറച്ച് എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അടുപ്പ് കത്തിക്കാം. എന്നിട്ടൊരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ നമ്മൾ അരച്ച കാര്യം ഇവിടെ റെഡിയാണ്. ചതച്ചെടുത്തിരിക്കുകയാണ്. ഇതിൽ 6 വലിയ പുളിഞ്ചിക്കയുണ്ട്. 6 അല്ലെങ്കിൽ 8 വലിയ പുളിഞ്ചിക്കയാകാം. നല്ല വലുതാണെങ്കിൽ 6 മതി, ഇല്ലെങ്കിൽ 8, 10 ആകാം. പിന്നെ ഒരു 5 പച്ചമുളകുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്, കൊച്ചുള്ളി 8 എണ്ണം ഉണ്ട്. ഇതിവിടെ റെഡിയാണ്. ജസ്റ്റ് 2 ബീറ്റിങ്ങേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്നാക്കി, അത് ഒന്നുകൂടി ഒന്നാക്കി ചെറിയ ബൗളിൽ മിക്സിയിൽ റെഡിയാണ്. ഇനി ഒരു സവാളയുടെ പകുതി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായി തുടങ്ങി. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതിലേക്കാണ് നമ്മൾ ആദ്യം സവാള അരിഞ്ഞത് ചേർക്കാൻ പോകാം. എണ്ണ ചെറുതായി ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ സവാളയുടെ നിറം ഒന്ന് മാറണം. അതിനോടൊപ്പം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പില എപ്പോഴും നമ്മളുടെ നാടൻ വിഭവങ്ങളുടെ ഭാഗമാണ്.
നല്ലൊരു കോമ്പിനേഷനാണ്. അത് നല്ല വെളിച്ചെണ്ണയും കറിവേപ്പിലയും സവാളയും ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട്. അപ്പോൾ ഈ ചതച്ച കൂട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു 8 ചെറിയ ഉള്ളി, ഒരു 6 7 അല്ലെങ്കിൽ വലിയ പുളിഞ്ചിക്കയാണെങ്കിൽ ഒരു 6 എണ്ണം, അല്ലെങ്കിൽ 8 മുതൽ 10 വരെ. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക്, ഇതെല്ലാം കൂടി ചതച്ചതാണ്. അതും കൂടി ചേർക്കുന്നു. ഇതിനോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. അതിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് കുറച്ച് ഒരു തിള വന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം 2 മുതൽ 2.5 കപ്പ് വെള്ളം വരെ എടുത്ത് വയ്ക്കുക. ആവശ്യാനുസരണം ചേർക്കാം. അപ്പോൾ ഇപ്പോൾ തിള വന്ന് തുടങ്ങി. അരപ്പിൽ നമ്മൾ ചതച്ച മസാലയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണം. വെള്ളം ഇതിപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ അളന്ന് വെച്ചാണ്. എത്ര ചാറ് വേണം? നമ്മളുടെ മീൻ വേകാൻ ആവശ്യമുള്ള അരപ്പ്. അപ്പോൾ ഏതാണ്ട് 2.5 കപ്പ് തന്നെ വേണം. 2.5 മുതൽ 3 കപ്പ് വരെ ആകാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനിയാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കാൻ പോകുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഹീറ്റ് മുളക് പൊടി ചേർക്കാം. അപ്പം കളർ മാറുന്നത് കണ്ടോ? ഒരു ഓറഞ്ച് റെഡ് കളറായി മാറി. അപ്പോൾ മഞ്ഞ നിറമൊക്കെ മാറി ഒരു മീൻ കറിയുടെ കളറിലേക്ക് വന്നിരിക്കുക. അപ്പോൾ മുളകിൻ്റെ അളവ് ആവശ്യാനുസരണമാണ്. എത്ര എരിവ് വേണം എന്നുള്ളത്. ഇത് അത്ര ഭയങ്കര എരിവല്ല, ഒരു ആവറേജ് എരിവാണ്. ഇച്ചിരി കൂടെ എരിവുള്ളൊരു കറിയാണ് വേണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. കാര്യം നമ്മൾ 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അത് മറക്കണ്ട. അപ്പോൾ വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് മീനിൻ്റെ കഷ്ണം. അപ്പോൾ ഇത് നെയ്മത്തി ആകാം, അതല്ലെങ്കിൽ നാടൻ ചാളയാകാം. പിന്നെ മക്രൂണി എന്ന് പറയുന്ന നമ്മുടെ മത്തി, അതാണ് നല്ല സ്വാദായിരിക്കും. അത് നല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത്തരം മത്സ്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിന് പറ്റിയൊരു ഗ്രേവിയാണിത്. നമ്മളുടെ മത്തി എല്ലാം ചെറിയ മത്തിയായിരുന്നു. മത്തിയെല്ലാം നമ്മൾ അതിൻ്റെ ചാറിലേക്ക് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഉപ്പെല്ലാം ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിലും ചേർക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടിയാൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ കുറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും കൂട്ടാം. പിന്നെ ഇനി എന്താ വേണ്ടത്? അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുണ്ട്, എങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ പുളി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടൊരു 10 പുളിഞ്ചിക്കയാണ് വേണ്ടത്. ഒരു 6 എണ്ണം ചതച്ച് ചേർത്തു, വലിയ സൈസ്. ഇനി ഒരു 4 എണ്ണം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ മുറിച്ച് വെക്കുന്ന പോലെ അതും കൂടി ചേർക്കാം. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല, ചിലർക്ക് നല്ല പുളി ഇഷ്ടമാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പോഴാണ് മീനിൻ്റെ ഒരു മണം വരുന്നത്. ഉലുവാപ്പൊടിയും കൂടി ചേർക്കണം. ഉലുവാപ്പൊടിയും ചേർക്കണം. ഇനി നമ്മൾ തവിയിട്ടൊന്നും ഇളക്കണ്ട. ഇനി ചുറ്റിക്കൽ മാത്രം മതി. ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് നല്ലൊരു തിള വരട്ടെ. തിള വന്ന് ഒന്ന് അടച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തീ അല്പം കുറച്ചിട്ട് കുറച്ച് നേരം കൂടി വേണമെങ്കിൽ അടപ്പിരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് അടപ്പ് തുറന്ന് കുറച്ച് നേരം ഈ ചാറൊന്ന് കുറുകാനായിട്ട് വേവിക്കണം. അപ്പോൾ മത്തിയെല്ലാം നന്നായിട്ട് വെന്ത് ചാറൊക്കെ കുറുകി കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. അപ്പോൾ മത്തി പുളിഞ്ചിക്കുത്തി എന്നുള്ള നമ്മുടെ നാടൻ കറി റെഡിയായി കിട്ടും. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ മത്തി പുളിഞ്ചിക്കുത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആവശ്യത്തിന് ചാറൊക്കെ ഉണ്ട്. എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനത്തെ അലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കറിവേപ്പില തന്നെയാണ് നല്ലത്. കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടാം. ഇങ്ങനെ
ഇങ്ങനെ ഈ ചട്ടിക്ക് നല്ല ചൂടല്ലേ, അപ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ ആ തിള ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ അനക്കാണ്ട് ഒരു സൈഡിലേക്ക് വെക്കാം. പാത്രം അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ആ ചട്ടിയുടെ രുചിയും ഒക്കെ ഇറങ്ങിയിട്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വറ്റി നല്ല ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കണം. ഭയങ്കര ചൂടോടുകൂടി ഇപ്പോൾ അടുപ്പെന്നെടുത്ത് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇതൊന്ന് ഇരുന്ന് ആ ചട്ടിയുടെ ഒരു സ്വാദൊക്കെ ഇറങ്ങി അതിൻ്റേതായ ആ ഒരു പുളിയും എരിവും ഒക്കെ ഇറങ്ങി ഉപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് അങ്ങനെ നല്ല സ്വാദായിട്ട് ഇങ്ങനെ ആവശ്യത്തിന് തണുത്ത് കഴിയുമ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത്. നല്ല വെള്ളച്ചോറ്, നല്ല വേവിച്ച ചോറ്, അല്ലെങ്കിൽ നല്ല ആപ്പം, അതല്ലെങ്കിൽ നല്ല കപ്പ വേവിച്ചത്. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എന്തായാലും പുളിഞ്ചിക്കയുടെ പുളിയും ആ ഒരു രുചിയും അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും എരിവും ഒക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നല്ല സ്വാദുള്ളൊരു കറിയായി മാറും. അപ്പോൾ മത്തി ഇഷ്ടമുള്ള തരം എടുക്കുക. നാടൻ മത്തി ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ നെയ്മത്തി അതായിരിക്കും ഏറ്റവും നല്ലത്. നല്ല അതിൻ്റെ നെയ്യും എല്ലാം ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ആയിരിക്കും എന്തായാലും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.